കുറെ നേരായല്ലോ കല്ലു യാസുവിന്റെ വീട്ടിൽ പോയിട്ട്. ഇന്ന് അശ്വിൻ വരുന്ന ദിവസമാണെന്ന് അവൾക്ക് അറിയുകയും ചെയ്യാം. പിന്നെ എന്താണ് അവ താമസിക്കണേ? സാരില്ല മാമ, ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് തളർന്നിട്ടേ പാവം എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങടേക്ക് പോയതാവും. അതെ, യാസു ആന്റിയോട് സംസാരിക്കുമ്പോഴേ സമയം പോണത് അറിയില്ല. മാമ, വൈകിട്ടത്തെ ചായ ഞാനിടാം. കുട്ടികൾ പൊതുവെ എന്താ കുടിക്കണേ? വേണ്ട മോനെ, ഞാനിടാം. അച്ഛാ, ചതിക്കല്ലേ? ഇതിലെന്തുട്ടിപ്പോ വലിയ ചതി? പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ബൂസ്റ്റോ ഹോർലിക്സോ? അച്ഛാ, എന്തിട്ടാലും മതി. മിടിക്ക്, എന്നെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതല്ലേ? അല്ല. പിന്നെ അച്ഛാ, എന്തിട്ടാലും കണക്കാ, അതുകൊണ്ട് പറഞ്ഞതാ. വിട്ടേക്ക് മാമ, ഞാനിടാം. ഇംഗ്ലണ്ടിലൊക്കെ ചെറുതിൽ ഓരോരോ ജോലി തന്ന് പഠിപ്പിക്കും, അതുകൊണ്ട് എനിക്ക് ശീലാന്ന്. എന്നാലും നീ ഇവിടുത്തെ അതിഥിയാ, അതുകൊണ്ട് വേണ്ട, ഞാൻ തന്നെ കയറി ഇട്ടോളാം. ഈ കല്ലു എന്താ എന്നെ ഇതൊന്നും പഠിപ്പിക്കാതിരുന്നേ? അത് അമ്മയോടല്ല, അച്ഛമ്മയോട് ചോദിക്കേ. പൊടി കാന്താരി. ഞാൻ വരണോ? വേണ്ട, ഞാൻ സെൽഫ് ഡിപ്പെൻഡന്റ് ആകാൻ പോവാണ്. അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അച്ഛന്റെ ഭാവം കണ്ടാത്തോ നീ ഏതോ യുദ്ധത്തിൽ ജയിച്ചു വരാൻ പോവാണെന്ന്. നിനക്ക് തമാശ പറയാനേ അറിയാല്ലേടിയ മഞ്ജു. മാമൻ പോയോ? എന്നാ ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഐശ്വേ, ഓടിക്കോടി, അച്ഛനോട് സ്നേഹിച്ചേച്ചിയുടെ കാര്യം പറഞ്ഞതിന് തല്ലാൻ വരികയെന്നാ തോന്നണേ. അവിടെ നിക്കടി, ഓടിച്ചിട്ട് പിടിക്കാൻ എനിക്ക് പറ്റില്ലെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കണത്. എന്താ ഏട്ടാ? നിങ്ങൾ എന്നെ ഒറ്റ കൊടുത്തൂലേ? അത് അച്ഛൻ. അച്ഛൻ നിങ്ങൾക്ക് 2-3 ഐസ്ക്രീമല്ലേ വാങ്ങി തരുള്ളൂ, ഞാനൊരു മുറി നിറയെ വാങ്ങി തന്നേനെ. ഓ, അതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് പറയില്ലായിരുന്നു ട്ടാ. ആ, എന്ത് കാര്യമുണ്ട് കൂടെ നിന്നാല് മറ്റുള്ളവർ തരണേക്കാളും ഞാൻ തരും, മനസ്സിലാവണുണ്ടോ? ഇപ്പൊ മനസ്സിലായി. അപ്പൊ പറയ്, ഇനി എന്ത് കാര്യത്തിനും കൂടെ നിൽക്കാൻ റെഡിയാണോ? ഞാൻ റെഡി. ഞാൻ ഇന്നലെ റെഡി. എന്നാ മാമിയോട് ഒരു കാരണവശാലും ഇതൊന്നും ഒരിക്കലും പറയരുത്, സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നോട് എന്ത് പറയരുതെന്നാണ് നീ ഇപ്പൊ പറഞ്ഞത്? അത് പിന്നെ പെട്ടെന്ന് എനിക്കൊന്നും കിട്ടണില്ല. പറയ്, നീ എന്നീന്ന് എന്താണ് മറച്ചു വെക്കാൻ ആഗ്രഹിക്കണത്? അല്ല, നിന്റെ കണ്ണെന്താണ് കലങ്ങിയിരിക്കണത്? ഒന്നുമില്ല മാമി. കുട്ടിയോളെ, നിങ്ങൾ ആരെങ്കിലും ഏട്ടനെ പിച്ചേ മാന്തിയോ ചെയ്തോ? മഞ്ജു ചെയ്യില്ല. ആയിഷുവേ, നീ വല്ലതും ചെയ്തോ? ഇല്ല, ഞാൻ ചെയ്തില്ല. പിന്നെന്തേ ഇവനിങ്ങനെ വിഷമിച്ച് നിക്കണത്? അത് മാമി, കുട്ടിയോളല്ല കാരണം. കുട്ടിയോളല്ലെങ്കിൽ പിന്നെ ആരാ? രഘുവേട്ടനാ? ഏട്ടനെവിടെ? രഘുവേട്ടാ, ഒരു ചായ ഇടാൻ കൂടി സമ്മതിക്കൂല. എന്തേ? നിങ്ങൾ എന്തുട്ടിനെ ഇവനെ കരയിച്ചേ? എന്ത്? ആര്? എപ്പോ? ഇപ്പൊ തന്നെ. അല്ലാതെ ഞാൻ അറിയരുതെന്ന് കരുതിയിട്ട് പാവം കുട്ടി കുട്ടിയോളെ വിളിച്ചിട്ടേ സത്യം ചെയ്യിക്കാൻ പോണു. എന്തുട്ടൊക്കെ നീ പറയണേ? പക്ഷെ മാമി, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. വേണ്ട അശ്വിനി, എനിക്കൊന്നും കേക്കണ്ട. നീ രഘുവേട്ടനെ രക്ഷിക്കാൻ നോക്കാണ്. നിന്റെ മുഖത്ത് നോക്കി പറയ്, എന്താ നടന്നത്? ഞാൻ പറയാം. കോന്താരി ചതിക്കല്ലോ കേട്ടോ. അല്ല മാമി, ഞാൻ തന്നെ പറയാം. ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തൊലയ്ക്കുന്നുണ്ടോ? അത് പിന്നെ ഞാന് ഇംഗ്ലണ്ടിലെ കുറെ കാര്യങ്ങള് കുട്ടികളോടും മാമനോടും പറയായിരുന്നു. പറഞ്ഞ് അച്ഛനെയും അമ്മയൊക്കെ ഒരുപാട് മിസ് ചെയ്യണതായിട്ട് തോന്നി. അങ്ങനെ കണ്ണീന്ന് വെള്ളം വന്നതാണ്. അശ്വന്റെ മോനെ, ഇതായിരുന്നോ കാര്യം? അല്ല, അത് ഞാനറിയാതെ എന്തിനാ നീ പറഞ്ഞത്? അത് പിന്നെ ആൺകുട്ടികൾ കരയണത് മോശമല്ലേ? അത് കേട്ടിട്ട് മാമി എങ്ങാനും കളിയാക്കുമെന്ന് പേടിച്ചിട്ടാ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഞാൻ വെറുതെ ഭയന്നു. അല്ല, രഘുവേട്ടന്റെ മുഖത്ത് അമ്പരപ്പ് ഇതുവരെ മാറിയില്ലല്ലോ. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. സത്യം പറ, നിങ്ങക്ക് എന്നെ പേടിയുണ്ടോ? ഇല്ലടിയേ. എന്തേ? നിങ്ങളുടെ മട്ടൊക്കെ കണ്ടപ്പോ എനിക്കങ്ങ് തോന്നിപ്പോയതാ. എന്തായാലും നീ വന്നില്ലേ, ചായ ഇട്ടേക്കൂട്ടാ. അപ്പൊ അച്ഛൻ ഉണ്ടാക്കി പഠിക്കണ്ടേ? അത് പിന്നെ എങ്ങനെ പഠിക്കാം? അല്ല, പഴംപൊരിയും കൂടി ഉണ്ടാക്കിയാലോ? എന്തുട്ട്? എനിക്കല്ല, അശ്വിൻ വന്നതല്ലേ, അവന് കൊടുക്കാന്ന് വെച്ചിട്ട്. അവനെ പഴംപൊരി അല്ലേ ഇഷ്ടം, പായസാണ്, ചെറുപയർ പരിപ്പ് പായസം. ഞാൻ അതുണ്ടാക്കി കൊടുത്തോളാട്ടാ. അപ്പൊ ഇന്ന് പഴംപൊരി കിട്ടില്ല. വിഷമിക്കണ്ട അച്ഛാ, അച്ഛന് വേണ്ടി ഒരെണ്ണെങ്കിലും അമ്മ ഉണ്ടാക്കാണ്ടിരിക്കില്ല. അപ്പൊ നിങ്ങക്ക് വേണ്ടേ മക്കളെ? എന്നും തിന്നാ അച്ഛനെ പറ്റുള്ളൂ, ഞങ്ങൾക്കേ മടുക്കും. എന്നാ തിന്നണ്ട, അത്ര തന്നെ. അല്ല, നിനക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കള്ളത്തരം ഉണ്ടാക്കാൻ അറിയാല്ലേ അശ്വിനെ? കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. മനഃപൂർവ്വം അല്ലല്ലോ മാമ, ജീവിച്ചു പോവാൻ വേണ്ടിട്ടല്ലേ. എന്തായാലും അമ്മേടേന്ന് അശ്വിൻ ചേട്ടൻ രക്ഷപ്പെട്ട സന്തോഷത്തിലേ ഞാൻ ഹായ് പറയാട്ടാ. ഹായ് റിത, ഫാത്തിമ, സുഖല്ലേ? കുഞ്ഞു കാർട്ടൂൺ ഇഷ്ടാവണുണ്ട് വെച്ചാ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേട്ടാ. കൂടെ ലൈക്കും ഷെയറും